Dears, welcome back to Race Education. So, in improvement examine, വെറും 35 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതെ, ഈ 35 ദിവസങ്ങൾ നമ്മൾ എങ്ങനെ പഠിക്കാം, ഏതൊക്കെ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കിലേക്ക് എത്താമെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഹാർഡ് വർക്കിനേക്കാൾ ഉപരി സ്മാർട്ട് വർക്ക് ആണ് നിങ്ങൾക്ക് ആവശ്യം. കാരണം നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ +2 എക്സാമിനേഷൻ നടക്കുന്ന അതേ ദിവസങ്ങളിലാണ് ഇംപ്രൂവ്മെന്റ് എക്സാം നടക്കുന്നത്. അപ്പോൾ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ അതിന് വളരെ വലിയൊരു സ്ട്രാറ്റജി ആവശ്യമാണ്. യൂട്ടിലൈസേഷൻ ഇല്ല, ഉള്ള ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ഏതൊക്കെ ചാപ്റ്റർ നമുക്ക് ഒഴിവാക്കി പഠിക്കാം എന്നുള്ള ഒരു പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത്. റെഡിയല്ലേ? നമ്മൾ കാണുന്നത് ഓരോ സബ്ജക്റ്റും ഇംപ്രൂവ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ ആ സബ്ജക്ട് മാത്രം ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം നമ്മൾ കെമിസ്ട്രി ഇംപ്രൂവ് ചെയ്യുന്ന ആൾക്കാരെ ലക്ഷ്യം വെച്ചിട്ടാണ് അവർ ശ്രദ്ധിക്കുക. അപ്പൊ കെമിസ്ട്രി ഇംപ്രൂവ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ 60 മാർക്കാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ ഓർമ്മിക്കുക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഫുൾ മാർക്ക് വേണമെങ്കിൽ 60 വേണമെങ്കിൽ ഫുൾ ചാപ്റ്റർ പഠിക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇത് ഇംപ്രൂവ്മെന്റിന്റെ കേസിലാണ് പറയുന്നത്. +2 എക്സാമിന് നിങ്ങൾ മുഴുവൻ പഠിച്ച് തന്നെ പോവുക. പക്ഷെ ഇംപ്രൂവ്മെന്റിന് സമയം കുറവായതുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഏകദേശം 78 മാർക്കിനായിരിക്കും ചോയ്സ് ഉൾപ്പെടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരിക. അതിൽ 60 മാർക്കിന് മാത്രം പഠിച്ചു വെക്കുക. പിന്നെ ഒഴിവാക്കുക എന്ന് പറയുന്ന സമയത്ത് ഓരോ കുട്ടിക്കും ഓരോ ചാപ്റ്റേഴ്സ് ആയിരിക്കും പഠിക്കാൻ. അവൻ അത്രയും പരിചയമില്ലാത്ത ഓരോ ചാപ്റ്റേഴ്സ് ആയിരിക്കും. അവർക്ക് കംഫർട്ടായിട്ട് ഡിസ്കംഫർട്ടായിട്ട് ഏത് ചാപ്റ്റർ ആണുള്ളത് ഒഴിവാക്കാം. എന്നാൽ പോലും നമ്മൾ പറയുന്നത് ഇപ്പൊ കെമിസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് ഹൈഡ്രോ കാർബണിലെ 11 മാർക്ക് ഉണ്ട്. 11 മാർക്കാണ്. അപ്പോൾ ഹൈഡ്രോ കാർബൺ ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല. അഥവാ ഒരു ഓപ്ഷൻ ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി മാത്രം ഒഴിവാക്കിയാലും നിങ്ങൾ സേഫ് ആണ്. നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺ വലിയ ചാപ്റ്റർ ആണെന്ന് തോന്നുകയാണ്, ഹൈഡ്രോ കാർബൺ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിക്കോ. പക്ഷേ ബാക്കിയുള്ള 8 ചാപ്റ്റേഴ്സും മുഴുവൻ നിങ്ങൾക്ക് അറിയാം. അതായത് ഇതിലുള്ള ചാപ്റ്ററിൽ കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ ഓർമ്മിക്കാനും സമയം സ്പെൻഡ് ചെയ്യേണ്ട ചാപ്റ്റർ ഹൈഡ്രോ കാർബൺ ആണെന്ന് മാത്രം. എല്ലാവരും ഹൈഡ്രോ കാർബൺ ഒഴിവാക്കണം എന്നല്ല പറയുന്നത്. അപ്പൊ കൂടുതലായിട്ട് കോണ്ടന്റ് ഉള്ള ചാപ്റ്റർ ഹൈഡ്രോ കാർബൺ. ഹൈഡ്രോ കാർബൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. എന്നിട്ട് ബാക്കി 8 ചാപ്റ്ററും കംപ്ലീറ്റ് പഠിക്കുക. അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് ഓർഗാനിക് ആണ് ടഫ് എങ്കിൽ ഇതൊക്കെ +2 ആവശ്യമാണ്. തൽക്കാലം ഇംപ്രൂവ്മെന്റ് എക്സാമിനെ ഓറിയന്റ് ചെയ്ത് മാത്രം. അതായത് നിങ്ങളോട് സംസാരിക്കുക, നിങ്ങൾക്ക് A+ നേടുക അല്ലെങ്കിൽ ഫുൾ മാർക്ക് നേടുക എന്ന് മാത്രമാണ് ഇതിന്റെ ഉദ്ദേശം. ഒരിക്കലും ഈ ചാപ്റ്റേഴ്സ് ഒഴിവാക്കി പഠിക്കാൻ ഞങ്ങൾ സജസ്റ്റ് ചെയ്യില്ല. അപ്പോ ഈ ഫുൾ മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ, ഇംപ്രൂവ്മെന്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒരു ചാപ്റ്റർ ഒഴിവാക്കുക. ഇനി വേറെ ഓപ്ഷൻ ഉണ്ട്, രണ്ടും കൂടി ഒരുമിച്ച് ഒഴിവാക്കരുത്. ഏതെങ്കിലും ഒന്നേ ഒഴിവാക്കാൻ പാടുള്ളൂ. ഒന്നിക്കൽ ഹൈഡ്രോ കാർബൺ അല്ലെങ്കിൽ ബേസിക്. ഇത് വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകൾ ആയതുകൊണ്ടാണ്. ഇനി 2 ചാപ്റ്റർ ഒഴിവാക്കേണ്ടവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാട്ടി ഇക്വിലിബ്രിയം നിങ്ങൾക്ക് ഒഴിവാക്കാം. അതേപോലെ അതിന്റെ കൂട്ടത്തില് സം ബേസിക് കോൺസെപ്റ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ ഒഴിവാക്കാം. ന്യൂമറിക്കൽ സ്റ്റഫ് ആയത്, അത് ന്യൂമറിക്കൽ ചെയ്യാൻ പവറിൽ ഓരോ കുട്ടികൾക്കും ഓരോ രീതിയായിരിക്കും. ചിലപ്പോൾ ന്യൂമറിക്കൽസ് പെട്ടെന്ന് മനസ്സിലാവാത്ത കുട്ടികളുണ്ടാവും. അത്തരം ആൾക്കാർ എന്ത് ചെയ്യുക, ഈ 2 ചാപ്റ്റർ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയും ഇക്വിലിബ്രിയം ഭയങ്കര റിസ്ക് ആണ്. 2 ചാപ്റ്റർ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം 18 മാർക്ക് നമ്മൾ ഒഴിവാക്കി നിർത്തുകയാണ്. ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ക്ലിയർ ആയിരിക്കണം, ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ 2 ചാപ്റ്റർ ഒഴിവാക്കാൻ പറ്റൂ. ഒരു പോയിന്റ് പോലും NCERT-യിൽ ഒരു പോയിന്റ് പോലും വിടാതെ പഠിക്കുന്ന ഒരു കുട്ടിയോട് മാത്രമേ ഞങ്ങൾ ഇത് പറയുള്ളേ. ഈ ചാപ്റ്റർ ഒഴിവാക്കാം എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ഉപദേശിക്കല്ല, ഇത് നല്ലൊരു മെത്തേഡ് അല്ല, ഞങ്ങൾ പറയും. പക്ഷെ ലാസ്റ്റ് ടൈമിൽ നമുക്ക് സമയമില്ല എങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമാണ് ഇത്. അപ്പൊ വെയിറ്റേജ് ഏറ്റവും കുറഞ്ഞ 1-2 ചാപ്റ്ററുകൾ ഒഴിവാക്കുക. ബാക്കി ചാപ്റ്റേഴ്സ് വെയിറ്റേജ് അറിഞ്ഞു പഠിക്കുക. കെമിസ്ട്രിയുടെ കാര്യം. ഇനി മാത്സിലേക്ക് പോവാണ്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇംപ്രൂവ് ചെയ്യാൻ പോകുന്ന വിഷയം തന്നെയായിരിക്കും മാത്തമാറ്റിക്സ്. വളരെ കുറച്ച് സമയമാണ് ഇംപ്രൂവ്മെന്റ് എക്സാമിന് പഠിക്കാൻ. നിങ്ങൾ ഒരു പക്ഷേ നമ്മളെ ഇതിലൊക്കെ നോക്കുന്ന സമയത്ത് 100-ൽ 35 കുട്ടികൾ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സബ്ജക്ട് കൂടിയാണ് മാത്തമാറ്റിക്സ്. അപ്പൊ വെയിറ്റേജ് ചിലപ്പോൾ അങ്ങോട്ടേക്കൊക്കെ ഒന്ന് മാറി മറിഞ്ഞു വരാം. അത് നിങ്ങൾ നോക്കുക. എന്നാൽ കൂടി ഏകദേശം ഈ ഒരു വെയിറ്റേജ് തന്നെയായിരിക്കും. ചെറിയ വേരിയേഷൻ, വെയിറ്റേജിൽ വലിയ വേരിയേഷൻ ഒന്നും വരാൻ പോകുന്നില്ല, ചെറിയ വേരിയേഷനാണ് വരാൻ പോകുന്നത്. അതെ. അപ്പൊ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, 2 ചാപ്റ്റർ മാത്രമേ നിങ്ങൾ മാത്സിന്റെ കാര്യത്തിൽ ഒഴിവാക്കാവൂ. കാരണം മാത്സ് ബാക്കിയുള്ള ചാപ്റ്ററിൽ നിന്ന് കംപ്ലീറ്റ് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ ഒഴിവാക്കുന്ന സമയത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ചാപ്റ്റർ ഏതാണോ, അല്ലെങ്കിൽ തലയിലേക്ക് പെട്ടെന്ന് നിൽക്കാത്ത ചാപ്റ്റർ ഓരോ കുട്ടിക്ക് ഓരോ രീതിയിലായിരിക്കും അല്ലേ. അപ്പൊ അത് ചാപ്റ്റർ ഒഴിവാക്കാം. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസും ലീനിയർ ഇൻഇക്വാലിറ്റീസും നിങ്ങൾക്ക് ആ ചാപ്റ്റർ ഒഴിവാക്കണം തോന്നില്ല, 2 ചാപ്റ്റർ ഒഴിവാക്കിയാലും നിങ്ങൾ സേഫ് ആണ്. അതില് ചില കുട്ടികൾക്ക് പഠിക്കുന്ന സമയത്ത് ട്രിഗണോമെട്രി ഭയങ്കര ടഫ് ആയിരിക്കും. എനിക്ക് പഠിക്കുന്ന സമയത്തേ ട്രിഗണോമെട്രി ഭയങ്കര ടഫാന്ന് പറഞ്ഞ കുട്ടികളല്ലേ, അവർക്ക് ട്രിഗണോമെട്രി ഒഴിവാക്കാം. റെഡിയല്ലേ? പക്ഷെ വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകളുണ്ട്. ഇപ്പൊ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് വളരെ വെയിറ്റേജ് കൂടി 8 മാർക്കോളം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ചാപ്റ്റർ. അത് നിങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. കാരണം
നിങ്ങൾ 12th അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ 12th റിലേറ്റഡ് ടോപ്പിക് ആണ് 11th ഉണ്ടാവുക. അപ്പൊ അതിന് വേണ്ടി അത് ഒഴിവാക്കേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല. ഓക്കെ, അത് എന്തായാലും വെയിറ്റേജിൽ ചിലപ്പോൾ മാറ്റം വരാം മക്കളെ. അങ്ങനെ മാറ്റം വരികയാണെങ്കിലും 2 ചാപ്റ്റർ നിങ്ങൾക്ക് ഏതെങ്കിലും 2 ചാപ്റ്റർ ഒഴിവാക്കിയാലും നിങ്ങൾക്കത് പ്രശ്നമായിട്ട് വരില്ല. വെയിറ്റേജ് എന്ത് തന്നെയായാലും 2 ചാപ്റ്റർ മാറ്റണമെങ്കിൽ ഒഴിവാക്കാം. ഈസി ആയിട്ട് കുറച്ച് സമയം പഠിച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ചാപ്റ്റേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യുക, ഒഴിവാക്കാതിരിക്കുക. ഓക്കെ, അപ്പൊ ഫിസിക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സിൽ നിന്ന് നമ്മൾ 2.5 ആ ഒരു സ്കോർ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. ആ ചാപ്റ്ററിൽ നിങ്ങൾ മണിക്കൂറുകളോളം ഒരിക്കലും സ്പെൻഡ് ചെയ്യരുത്. ആ ചാപ്റ്റർ വേണമെങ്കിൽ ഒഴിവാക്കാം, കാരണം വളരെ വെയിറ്റേജ് കുറഞ്ഞൊരു ചാപ്റ്റർ. ഒരുപാട് സമയം അതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് പ്രോബ്ലം ആയി വരും. നിങ്ങൾക്ക് 2-3 ചാപ്റ്റർ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. യെസ്, അപ്പോ ഇത്രയുമാണ്. പിന്നെ ഓസിലേഷൻ ഉണ്ട്, വേവ് ഉണ്ട്, കൈനറ്റിക് തിയറി ഉണ്ട്. കൈനറ്റിക് തിയറി 2.5 മാർക്കാണ് കൈനറ്റിക് തിയറി. കുറെ തിയറി പഠിച്ചു വെക്കാനുള്ള, കുറെ കൈനറ്റിക് തിയറിയിലെ പോസ്റ്റുലേറ്റ്സ് അങ്ങനെ അതിലെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കാനുള്ള ചാപ്റ്ററാണ് കൈനറ്റിക് തിയറി. 2.5 ആണ്. അപ്പൊ കൈനറ്റിക് തിയറിയും അതേപോലെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സും ഒഴിവാക്കിയാലും അത് നിങ്ങളുടെ മാർക്കിനെ വലിയ രീതിയിൽ അഫക്ട് ചെയ്യാൻ പോകുന്നില്ല. ഫുൾ മാർക്കാണ് നമ്മുടെ ലക്ഷ്യം. ബേസിന് വേണ്ടി പഠിക്കുകയോ ഡെപ്തിൽ പഠിക്കുന്ന അതൊന്നും അല്ല, മാർക്കിന് വേണ്ടി മാത്രം പറയുന്ന ഒരു കാര്യമാണ്. ശ്രദ്ധിച്ചേ, അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ചാപ്റ്റേഴ്സിന്റെ എണ്ണത്തിലെ കുറവ് കാണുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇത്രയല്ലേ എനിക്ക് പഠിക്കാനുള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ലേ, ആ കോൺഫിഡൻസിന് വേണ്ടി എക്സാമിനും നമ്മൾ ഇത് പ്രിഫർ ചെയ്യുന്നതേ അല്ല മക്കളെ, ഒരു ചാപ്റ്റർ ഒഴിവാക്കുക എന്നുള്ള കാര്യം. കാരണം മാർക്കിന് വേണ്ടി അല്ല. പക്ഷെ ഇംപ്രൂവ്മെന്റ് എക്സാമിന് ലിമിറ്റഡ് ടൈം ആണ്. 35 ദിവസങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ കൂടെ നിങ്ങൾക്ക് +2 പബ്ലിക് എക്സാമും കൂടി എഴുതേണ്ടതായിട്ടുണ്ട്. ഇതിനിടയിൽ മോഡൽ എക്സാം നടക്കാൻ പോവുകയാണ് 17-ാം തീയതി. 6 ദിവസത്തോളം മോഡൽ എക്സാം എഴുതുന്ന തിരക്കിലായിരിക്കും നിങ്ങൾ. അപ്പൊ ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതിനേക്കാൾ ആദ്യമായിട്ട് ഇംപ്രൂവ്മെന്റ് എക്സാം മെയിൻ എക്സാം ഒരേ സമയം എഴുതുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ ആലോചിക്കുക. ആദ്യം നിങ്ങളാണ് ഫേസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബോട്ടണി നോക്കാം. ബോട്ടണി, ബയോളജി എനിക്ക് തോന്നുന്നു മാത്സ് പോലെ തന്നെ ഒരുപാട് കുട്ടികൾ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇതിൽ പ്ലാൻ കിങ്ഡം നിങ്ങൾ നോക്കുകയാണെങ്കിൽ വലിയ ചാപ്റ്റർ ആണ്. പ്ലാൻ കിങ്ഡം 3 മാർക്ക്. അത് ഒരുപാട് കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്ത് വെക്കാനുണ്ട് ആ ഒരു ചാപ്റ്ററിൽ നിന്ന്. ആ ഒരു സമയം നിങ്ങൾ ഒരുപാട് കളയരുത്. 3 മാർക്ക് മാത്രമാണ് അതിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. 3-4 മാർക്ക് വന്നിരിക്കട്ടെ. ചെറിയ വേരിയേഷൻസ് എങ്ങനെയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം? നമ്മൾ പറഞ്ഞ എക്സാക്ട് കാര്യം ആ ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഒഴിവാക്കിയേക്കുക. ദെൻ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എല്ലാ ചാപ്റ്ററിലും നമ്മൾ 4 മാർക്കാണ്. 2 ചാപ്റ്റർ മാത്രം വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. യെസ്, ആൻഡ് ഇത് ബാക്കി ചാപ്റ്റേഴ്സ് ആണ്. സുവോളജിയുടെ കേസ് വരികയാണെങ്കിൽ ആദ്യത്തെ ചാപ്റ്റർ 1.5 മാത്രമാണ് എന്ത് ചെയ്യുന്നത്. അതിലും കുറെ ടേംസ് നിങ്ങൾക്ക് പഠിച്ചു വെക്കാൻ, ഒരുപാട് ബയോളജിക്കൽ ടേംസ് പഠിച്ചു വെക്കാനുള്ള ചാപ്റ്ററാണ്. നമ്മളെ മൈൻഡിലേക്ക് നിൽക്കേണ്ടതാണ്. വേണമെങ്കിൽ ആ ചാപ്റ്റർ ഒഴിവാക്കി പിടിച്ചോളൂ അല്ലേ. യെസ്, അതേപോലെ ആനിമൽ കിങ്ഡം 8 മാർക്ക് വെയിറ്റേജ് ആണ്. അപ്പൊ ദയവ് ചെയ്ത് ആ ചാപ്റ്റർ ഒഴിവാക്കരുത്. ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. അതുമല്ല, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് ആനിമൽ കിങ്ഡം അല്ലേ. അതുകൊണ്ട് അത് ഒഴിവാക്കി പിടിക്കുക എന്നുള്ള ഓപ്ഷനിലേക്ക് പോകരുത്. യെസ്, അപ്പോ ബാക്കി ഓരോന്നും സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസ് ഒരു 3 മാർക്കൊക്കെയാണ് നമ്മൾ. പിന്നെ അതില് ബയോമോളിക്യൂൾസ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ചാപ്റ്ററാണ്. ബയോമോളിക്യൂൾസ് ഏറ്റവും കൂടുതൽ കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളുടെ ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ്. പക്ഷേ എനിക്ക് തോന്നുന്നു ബയോമോളിക്യൂൾസ് ഒഴിവാക്കേണ്ടെന്ന് തോന്നുന്നു. കാരണം +2 ബയോമോളിക്യൂൾസ് നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഠിച്ചാൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓരോ കുട്ടിക്കും ഓരോ രീതിയിലായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കുക, 4-4 ഈ ഒരു ചാപ്റ്ററിന്റെ ഒരുപാട് പഠിക്കാനുള്ള ചാപ്റ്റർ തന്നെയാണ്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങൾ ഏത് ചാപ്റ്റർ ആണോ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇംപ്രൂവ്മെന്റിന്റെ ഏതൊക്കെ ചാപ്റ്റർ, ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ് നോക്കി ഒഴിവാക്കേണ്ട ചാപ്റ്റേഴ്സ് ഒഴിവാക്കി നിർത്തുക തൽക്കാലം. കാരണം റിസ്ക് എടുത്തേ പറ്റൂ. നമുക്ക് ഫുൾ മാർക്കാണ് ലക്ഷ്യം. ഇംപ്രൂവ് ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വഴിയുള്ളല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ കോൺഫിഡൻസോടുകൂടി പഠിച്ചു തുടങ്ങുക. ഇനിയുള്ള ദിവസങ്ങൾ ഓരോ ദിവസം എക്സാമിന്റെ തലേ ദിവസമാണ് എന്നുള്ളത് ഓർമ്മിച്ചുകൊണ്ട് പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ മാത്രമേ മൈൻഡിലേക്ക് കയറുള്ളൂ. നിങ്ങൾക്കറിയാലോ, എക്സാമിന്റെ തലേ ദിവസം പഠിക്കുന്ന 5 ചാപ്റ്റർ ഉണ്ടെങ്കിൽ 1 മണിക്കൂർ കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എല്ലാ ചാപ്റ്ററും പഠിച്ചേനെ എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്കും ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ തമ്പിൽ കണ്ട പോലെ ഒരു ഹാപ്പി ന്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇംപ്രൂവ്മെന്റിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മോഡൽ എക്സാമിന് ശേഷം ഞങ്ങൾ എഗൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതാണ് നമ്മൾ ഒരു ദിവസം 2-3 ചാപ്റ്റേഴ്സ് ഒരുമിച്ച് ക്ലബ് ചെയ്തുകൊണ്ട് ഒരു ടോട്ടൽ റിവിഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇംപ്രൂവ്മെന്റിന്. അപ്പൊ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഇംപ്രൂവ്മെന്റ് വേണ്ടത്, ഏതൊക്കെ ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകളാണ് വേണ്ടതൊക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കുഞ്ഞുങ്ങൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കൂടെ ഉണ്ടാവും, നിങ്ങളെ കൂടെ റേസ് ചെയ്യുക, നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്തോളൂ, ഏത് ചാപ്റ്റർ എങ്ങനെ വേണമെന്ന് കമന്റ് ചെയ്തോളൂ. കൂടുതൽ ടൈം എടുത്തിട്ടായാൽ പോലും ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. റെഡി. അപ്പൊ കാണാം. ബൈ.